ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന പത്തിലത്തോരനാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തിയാണ്, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ പത്തിലത്തോരനുള്ള ഇലകൾ പൊട്ടിച്ചാലോ. ആദ്യം തന്നെ ഞാൻ പൊട്ടിക്കുന്നത് നമ്മുടെ ചീരച്ചേമ്പാണ് കേട്ടോ. അപ്പോൾ ചീരച്ചേമ്പ് കിട്ടിയിട്ടുണ്ട്. എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അപ്പുറം തേടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വീട്ടുപറമ്പിൽ തന്നെ നമ്മളെ സ്വന്തം വീടല്ല, വാടക വീടാണ്. അതിൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചേമ്പിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ ചേമ്പല്ല, ചീരച്ചേമ്പില്ലേ, അതിൻ്റെ ഇല എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോവക്കയുടെ ഇലയാണ് കേട്ടോ. കോവക്കയുടെ വള്ളി ഇങ്ങോട്ട് മേലോട്ട് പടർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന താഴത്തു നിന്നൊക്കെ ഉള്ള ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിലത്തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഇല കൊണ്ട് നമുക്ക് എന്തായാലും ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏത് ഇല പൊട്ടിക്കുന്നത് അതിൽ നിന്നൊരു 10 ഇല പൊട്ടിക്കുക കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് പയറിലയാണ് കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഇലയൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ പുഴുക്കൾ തിന്നിട്ട് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 ഇല കിട്ടിയിട്ടുണ്ട്. പിന്നെ ചുവപ്പ് ചീരയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വർഷക്കാലത്ത് ഉണ്ടായിട്ട് പിന്നെ അതിൻ്റെ തൈ മുളച്ച് വന്നപ്പോൾ ഞാനിതാ വെള്ളം കയറാത്തോടത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരയിൽ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 2, 3, 4 ആയിട്ടോ. പിന്നെ മുളകിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ മുളകിൻ്റെ ഇലയും കാന്താരി മുളകില്ലേ, അതിൻ്റെ ഇലയും പൊട്ടിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അതിരത്തൊക്കെ ഉണ്ടാക്കുന്ന ഈ ചെറിയ ഇതില്ലേ, ഞങ്ങൾ തൂവാൻ കുറിച്ചെന്നറിയും കേട്ടോ, അതിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മളെ പൊതിനയും കഞ്ഞിക്കൂർക്കൻ്റെ ഇലയൊക്കെ കേട്ടോ, അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ മത്തൻവള്ളി എനിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത്, ഇത് നശിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, അടിയിൽ നിറയെ വെള്ളമാണ്, പക്ഷേ മരത്തിമക്ക് കയറ്റി പടർത്തിയ കാരണം കേട്ടോ. അത് തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി ഇതേപോലെ കർക്കിടക ഒന്നിന് തന്നെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഇല കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ഇല പിന്നെ അവിടെ മാറ്റി വെച്ചു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതാ കുമ്പളങ്ങൻ്റെ ഇലയാണ് കേട്ടോ. എല്ലാം തൈകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിമൊന്നും കായ പിടിച്ചില്ല കേട്ടോ. പ്രാവശ്യം ഞാൻ ഒരുവിധ കൃഷികളൊക്കെ കഴിഞ്ഞ വേനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചു. പിന്നെ അത് നമ്മുടെ ഞങ്ങൾ എന്താ പറയുക, എന്തോ ഒരു പേര് പറയും കേട്ടോ, ആ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, പേര് കിട്ടുമ്പോൾ പറയാം കേട്ടോ. നെയ്ച്ചീര കേട്ടോ, നെയ്ച്ചീര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി കേട്ടോ. കാരണം നമ്മളെ വീട്ടിലൊരു ഇതൊക്കെ ഉണ്ടാക്കിയ കാരണേ, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പെരയിൽ നിന്നൊക്കെ പൊട്ടിക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ പൊട്ടിച്ച് വന്നപ്പോൾ 10 ഇല ഉണ്ട്. പിന്നെ അത് കാന്താരി മുളകില്ലേ, അതിൻ്റെ ഇലയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത ഇല ഒന്നും പൊട്ടിക്കാതെ തളിരി ഇല പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ അതും കുറച്ച് പൊട്ടിച്ചു. പിന്നെ കറിവേപ്പും നമ്മളെ മുളക് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് 10 ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇലത്തോരൻ എന്ന് പറയണമെങ്കിൽ 10 ഇല തന്നെ വേണ്ടേ. അപ്പോൾ ഞാൻ മത്തൻ്റെ ഇല, പിന്നെ കുമ്പളങ്ങൻ്റെ ഇല, പിന്നെ പയറില, ചീരൻ്റെ ഇല, 2-3 ചീരൻ്റെ ഇല ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ദുബായ് ചീര എന്ന് പറയും. അത് 2 ദിവസം മുന്നേ പൊട്ടിച്ച് കൊടുന്ന് ചെയ്യുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഇലയൊക്കെ ഞാൻ മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഇലയൊക്കെ ഒരു മഞ്ഞ കളർ വന്നപ്പോൾ പിന്നെ ആ മത്തൻ്റെ ഇലയും എല്ലാം മാറ്റി. പിന്നെ ഇതൊന്ന് പുതുതായിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ ഞങ്ങൾ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ 10 ഇല തേടി നടന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുന്ന് തരുമായിരുന്നു. അന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഈ 10 ഇല തോരൻ. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ തോരനൊക്കെ, ഇലത്തോരൻ. അപ്പോൾ ഈ എല്ലാ ചീരൻ്റെയും എല്ലാ ഇലയും കൂടിയിട്ടുള്ള അടിപൊളി ഒരു ചീരൻ്റെ തോരൻ, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചേനയുടെ ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന ഒന്നും നമുക്ക് വേണ്ട കേട്ടോ, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചേനേൻ്റെ ഇല തൂമ്പില ഇട്ട് എടുക്കുക തോന്നുന്നു. അപ്പോൾ ഞാനിത് കുനുകുനാന്ന് പറഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഇലയും ഏത് ഉപ്പേരിക്കാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്ന് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പോത്തനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് ഈ ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, അപ്പോൾ അവരെ ഫുഡിനെക്കാട്ടും ഇഷ്ടം നമ്മളെ ചേച്ചിമാരുണ്ടാക്കി തരുന്നത്. എന്താണെന്നറിയില്ല, നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി ഉണ്ടായ കാരണം തോന്നുന്നു എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ സാമ്പാർ, അവിടുത്തെ ഈ എലിശ്ശേരി, പുളിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ ഞാനും ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ചേച്ചി തന്ന അങ്ങനത്തെ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും എനിക്കൊരു അവിടെ വെക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മളും ഇതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനിതാ ആദ്യം 5 കിലോ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതാ 5 കിലോനും കൂടിയിട്ട് എടുത്തിട്ട് മത്തൻ്റെ ഇലയും അതിമൊക്കെ ഒരു മുര ഒരു മുള്ള് പോലത്തെ ഒരു രോമം പോലെ അതുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചതാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുത്തലുണ്ടാവില്ല കേട്ടോ. ചിലർക്ക് ഈ ചീരച്ചേമ്പ് ചൊറിയണ ഒരു ഇത് വരാറുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ കുറേ മുന്നൊക്കെ ഉണ്ടാക്കി. നല്ല ഹെൽത്തിയാണ് കേട്ടോ ചീരച്ചേമ്പിൻ്റെ, എന്തൊക്കെയോ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കുക, മക്കൾസിനൊക്കെ കൊടുക്കുക കേട്ടോ. കാരണം ഇതൊക്കെ പണ്ട് കാലേ തൊട്ട് ചെയ്യുന്നതല്ലേ. അപ്പം നമ്മളൊക്കെ ആയിട്ട് മാറ്റി പിടിക്കേണ്ട. ഈ മുന്തിയൊക്കെ തിന്നണ നേരം നമുക്ക് ഈ ഹെൽത്തി ചീരച്ചേമ്പും പിന്നെ പത്തിലത്തോരനും എല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇലകളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒന്ന് കാണിച്ചു തന്നാ കേട്ടോ. ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുറിക്കുമ്പോൾ തോന്നിയെങ്കിലും നമുക്കിത് അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് ഉണ്ടാവുകയുള്ളൂ. ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ അധികം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാനും വീട്ടിൽ 2 പിള്ളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരാണെങ്കിൽ ഇതൊന്നും വല്ലാതെ കേൾക്കില്ല. എന്നാലും ഞാനത് കേൾപ്പിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിരകിയിട്ട് നമുക്കൊന്ന് ചമ്മന്തി പോലെ ഇതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ചൂടായതിന് ശേഷം ഒരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കടുകിനൊക്കെ ഒരു പ്രത്യേക കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ എനിക്കിഷ്ടമില്ല കേട്ടോ അധികം ഒരുപാട് കടുകൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറെ ഉപ്പേരിക്കൊക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാറാണ്. അപ്പോൾ ഇതൊരു ടേസ്റ്റ് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ വെളിച്ചെണ്ണ നല്ല രീതിയിൽ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചീനമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാന്താരി മുളക്. അപ്പോൾ ഇവിടെ പിന്നെ കാന്താരി മുളകിനും ഒന്നിനും ബുദ്ധിമുട്ടില്ല. നമ്മളെ വീട്ടിൽ കണ്ടില്ലേ, ഒക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ചാക്കിലാക്കിയിട്ട് വെച്ചാൽ മതി, അപ്പോൾ എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ വെള്ളം കയറുന്നതുകൊണ്ട് നമുക്കതൊന്നും അല്ലാതാണ് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പുതുതായി ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഇതൊക്കെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല. ഞാൻ ആദ്യം തന്നെ കഴുകിയത്, കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ മുറിച്ചതിന് ശേഷം ഞാനൊന്ന് കഴുകി. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, എനിക്കങ്ങനെ കഴുകിയാലേ ഒരിത് കിട്ടുള്ളൂ. ഇലകളൊന്നും അങ്ങനെ കഴുകരുത് എന്നിട്ടാ എല്ലാവരും പറയുക. പക്ഷേ എനിക്കങ്ങനെ കഴുകിയാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്യാമറയെ നോക്കിയിട്ട് ഇതിൽ കിട്ടുന്ന കാരണമൊക്കെ പുറത്ത് ചാടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഒക്കെ ചെയ്യുന്നത്. സാരമില്ല, ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഇലകളൊന്ന് നന്നായിട്ട് വഴറ്റുമെന്ന് പറഞ്ഞാൽ ഇതധികം വേവൊന്നുമില്ല, ഇലകളല്ലേ, ഒന്ന് ചൂട് തട്ടിയാൽ തന്നെ വാടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്കറി അല്ലെങ്കിൽ ഇലക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഉപ്പിടരുത് കേട്ടോ. വാടി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇലക്ക് ഉപ്പ് വേഗം പിടിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഒരു മുറിയോ അരമുറിയോ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകം, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് കാന്താരി മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ വാടി വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഇലകളില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മത്തൻ്റെ ഇല, കുമ്പളങ്ങൻ്റെ ഇല, ചീരൻ്റെ ഇല, പിന്നെ മുളകിൻ്റെ ഇല, കോവക്കൻ്റെ ഇല, എന്തൊക്കെ ഇലകൾ തന്നെ നമുക്ക് കഴിക്കാണ്ടില്ലേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. പക്ഷേ ഇതൊന്നും ആർക്കും വേണ്ട. കാരണം ഇതൊക്കെ പറിച്ചെടുത്ത് കഴിച്ചിട്ട് അസുഖങ്ങൾ വരും എന്നുള്ളൊരു പേരുമുണ്ട്. പക്ഷേ മടിയുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഈ കർക്കിടക മാസത്തിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് എന്തൊക്കെയോ ആരോഗ്യ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഇതാ നമ്മളെ ഹെൽത്തി പത്തിലത്തോരന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടിയിട്ട് വയറ് നിറയെ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല കുറുവനരി ചോറും കേബേജ് ഉപ്പേരിയും നമ്മൾ പത്തിലത്തോരനും നാരങ്ങച്ചാറുമായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.